മന്ത്രി ടി.എം. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തിരികെ എത്താം. മറ്റു വാർത്തകളിലേക്ക് കൂടി. CAG-ക്കെതിരെ കൂടുതൽ കടുത്ത നീക്കവുമായി സർക്കാർ. ഹൈക്കോടതിയിൽ കിഫ്ബിക്കെതിരെയുള്ള ഹർജിയെ സ്വാധീനിക്കാനാണ് CAG റിപ്പോർട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് ആരോപിച്ചു. റിപ്പോർട്ട് ചോർത്തി നൽകി നിയമസഭയുടെ അവകാശങ്ങൾ ലംഘിച്ചത് CAG ആണ്. അവകാശ ലംഘന ആരോപണത്തിൽ മാപ്പ് ചോദിക്കില്ല. തെരഞ്ഞെടുപ്പിൽ കിഫ്ബി ചർച്ചാ വിഷയമാക്കുമെന്നും ധനമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. തോമസ് ഐസക്കിന്റെ വാർത്താ സമ്മേളനം. പരിശോധനയുടെ ഇടയിൽ കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതി കൊടുത്ത് മറുപടി വാങ്ങാം. ആ മറുപടിയുടെ വെളിച്ചത്തില് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. ആ കരട് റിപ്പോർട്ട് സർക്കാരിന് അയച്ചു തരും. അതിനടിസ്ഥാനത്തിൽ ഓഡിറ്റ് അവസാനിപ്പിക്കുന്ന എക്സിറ്റ് മീറ്റിംഗും ഉണ്ട്. കരട് റിപ്പോർട്ട് സംബന്ധിച്ചും സർക്കാരിന് പ്രതികരിക്കാനുള്ള സന്ദർഭമുണ്ട്. എന്നാൽ കിഫ്ബി സംബന്ധിച്ച് 2018-19 ഓഡിറ്റ് റിപ്പോർട്ടിലെ 4 പേജുകളിൽ ഉള്ള പരാമർശങ്ങള് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമുള്ളതല്ല. സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കിയിട്ടുള്ള കരട് റിപ്പോർട്ടുകളിൽ കിഫ്ബിയെക്കുറിച്ച് 2 പാരഗ്രാഫേ ഉള്ളൂ. അത് എന്താണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കിഫ്ബിയുടെ ബോറോയിങ്ങിനെ കുറിച്ച്, അത് ഓഫ് ബഡ്ജറ്റ് ആണെന്ന് പോലും കൃത്യമായ നിഗമനത്തിലില്ല. കിഫ്ബിയുടെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിഗമനം അതിലില്ലെന്ന്. അങ്ങനെ ഒരു കരട് റിപ്പോർട്ടും എക്സിറ്റ് മീറ്റിംഗും കഴിഞ്ഞ് അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ അതുവരെ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്യാതിരുന്നിട്ടുള്ള ഭരണഘടനാപര വിരുദ്ധമെന്ന നിഗമനം 4 പേജുകളിലായിട്ട് അന്തിമ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇത് ദുർവദിഷ്ടമാണ്. ഇത്തരത്തിൽ നിഗമനങ്ങൾ ഏകപക്ഷീയം അടിച്ചേൽപ്പിക്കുന്നതിന് ഭരണഘടന അധികാരവും അവകാശവും നൽകുന്നില്ല. സർക്കാരുമായി ചർച്ച പോലും ചെയ്യാത്ത കാര്യങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് എഴുതി തന്നിട്ട് അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണം, നിയമസഭാംഗങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആജ്ഞാപിക്കുന്നത് ശരിയല്ല. ഇത് സഭയുടെ അവകാശ ലംഘനമാണ്. മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് രേഖപ്പെടുത്തുമെന്ന കാര്യം ധനകാര്യ വകുപ്പിനെ അന്തിമ റിപ്പോർട്ടിന്റെ മുമ്പ് അറിയിച്ചിരുന്നു എന്നൊരു വാർത്ത ഇന്നലത്തെ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ വളരെ വിശദമായിട്ട് ധനവകുപ്പിന്റെ ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചു. ധനകാര്യ സെക്രട്ടറിയോട് ആരാഞ്ഞു. കിഫ്ബിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു
കുറിപ്പ് ഈ 4 പേജുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാരഗ്രാഫേ ഉള്ളൂ കണ്ട റിപ്പോർട്ടിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നം വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വാർത്താ വിവരം എങ്ങനെ ഈ മാധ്യമത്തിന് ലഭിച്ചു എന്നുള്ളത്. 2 സെറ്റ് ആളല്ലേ ഉള്ളൂ, ഒന്ന് സർക്കാർ, മറ്റത് AG. സർക്കാരിന് ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാര്യം കിട്ടിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചോരേണ്ട പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇതിന്റെ ഉറവിടം AGയുടെ ഓഫീസാണെന്ന് പറയേണ്ടി വരും. ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഇത് ആനുഷംഗികമായി അംഗീകരിക്കുക കൂടി ചെയ്തു, പരസ്യമായിട്ട് ഓൺ റെക്കോർഡ്. AGയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇത് നിങ്ങളെ നേരത്തെ വിവരം അറിയിച്ചിരുന്നല്ലോ. ദിസ് ഈസ് സംതിങ് ഓൺ റെക്കോർഡ്. 2 പ്രമുഖ പത്രപ്രവർത്തകരെങ്കിലും എന്നോടുള്ള അഭിമുഖത്തിന് വന്നപ്പോൾ AG's ഓഫീസിൽ നിന്നാണ് വിവരം, അവിടെ നിന്നാണ് ലഭ്യമാക്കിയെന്ന് പറയൂ. സർക്കാരിനെതിരായിട്ട് ഒളിയുദ്ധം നടത്തുന്ന ആഫീസായിട്ടത് മാറും. AGക്ക് സർക്കാർ പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സർക്കാരിന് എഴുതാൻ ഇത്രാം തീയതി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് 4 പേജ്. അതിന് നിങ്ങൾ ഇത്രാം തീയതി മറുപടി നൽകിയിട്ടുണ്ട്. സർക്കാർ പരിശോധിക്കുമല്ലോ. കരട് റിപ്പോർട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിയമസഭയിൽ വെക്കാനുള്ള റിപ്പോർട്ടാണ് അയച്ചതെന്നുള്ള പത്രക്കുറിപ്പ് കണ്ടു, തിരുത്തിയല്ലോ. അതോ പത്രങ്ങൾ കൊടുക്കലോ ചോർത്തി? ഫേക്ക് ന്യൂസ്. ചോർത്തി എന്ന് പറയാൻ പറ്റത്തില്ല, ഫേക്ക് ന്യൂസ്. ഇതാദ്യത്തേതല്ല ഇങ്ങനെയുള്ള ചോർച്ചകൾ. കിഫ്ബി ഓഡിറ്റ് സംബന്ധിച്ച് തങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നത്? സർക്കാർ ഇങ്ങനെ മറുപടി കൊടുത്തു എന്നുള്ളത് എവിടെന്നാ ചോർന്നത്? AG അതുകൊണ്ട് 14(1) 20 വകുപ്പ് പ്രകാരം വേണം ഓഡിറ്റ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വന്നത്? ഇതൊരു സ്ഥിരം കഥയാണ്. ഇത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ഭൂഷണമില്ലേ? 11-ാം തീയതി എഴുതുന്ന പത്രക്കുറിപ്പ് ഈ വിവാദമെല്ലാം കത്തി നിന്നിട്ടും 16-ാം തീയതി മാത്രം മാധ്യമങ്ങളിൽ വന്നത്, അതും ചർച്ചകൾ നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ്, TV ചർച്ചകൾ ആരംഭിക്കുന്ന മുമ്പ് ലഭ്യമായത്. ഇതൊക്കെ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു. അസ്വാഭാവിക മാത്രമേ ഞാൻ പറഞ്ഞു. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഗൗരവമായിട്ടുള്ള കാര്യം. C&AG നൽകുന്ന അന്തിമ റിപ്പോർട്ട് ഗവർണർ വഴി നിയമസഭയ്ക്ക് സമർപ്പിച്ച ശേഷം മാത്രമേ C&AG ഇത് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ നിയമസഭയിൽ സമർപ്പിച്ച ശേഷം മാത്രമേ ഇത് വെളിപ്പെടുത്താൻ പറ്റൂ എന്ന് റൂളിംഗ് സ്പീക്കറുടേതുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്ത, സർക്കാരിലാരും നോക്കാൻ പാടില്ല എന്നൊന്നും ഒരു വ്യവസ്ഥയില്ല. അങ്ങനെയുണ്ട് എന്നുള്ള മട്ടില്ല ചിലർ പറയുന്നു. അങ്ങനെയുള്ള
ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരമുള്ള വകുപ്പ് കൊണ്ട് ഇത് സീൽഡായിട്ട് ഇങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ ധനമന്ത്രി ഒപ്പിടുന്നു, മുഖ്യമന്ത്രി ഒപ്പിടുന്നു, നേരെ ഗവർണർക്ക് പോകണു, ഗവർണർ ഇന്ന് ലെജിസ്ലേച്ചറിന് പോകണമെന്ന്, ആരും തുറക്കാൻ പാടില്ലെന്ന് എവിടെയാ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? ധനമന്ത്രി നോക്കും, മുഖ്യമന്ത്രി വേണമെങ്കിൽ നോക്കും. ഞാനിതുവരെ നോക്കിയിട്ട്, കാരണം പോസ്റ്റ്മാന്റെ പണിയല്ലെന്ന്. ധനവകുപ്പിൽ വരുന്നത് ധനവകുപ്പ് സെക്രട്ടറി നോക്കും. അങ്ങനെ ധനവകുപ്പ് സെക്രട്ടറി നോക്കിയത് എന്തോ വലിയ അപരാധമൊന്നും പറ്റില്ല, ചിലർ എഴുതി കണ്ടുകൊണ്ട് ഞാനത് പറയുന്നു. ധനവകുപ്പ് സെക്രട്ടറി ഇത് കരടാണോ അന്തിമമാണോ എന്ന് ആരോടും പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വേറെ ആർക്കും കൊടുത്തിട്ടുമില്ല. മറിച്ച് ഈ 4 പേജ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും നേരത്തെ ഇത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതെന്ത് എന്ന് ചോദിച്ചതിന് കോപ്പി എടുത്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാർക്ക് ചോർത്തി നൽകിയെന്ന് സർക്കാരിൽ തന്നെ നോക്കുന്ന കാര്യം. ഇതിനുള്ള അവകാശമുണ്ടെന്ന് പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പിന്നെ സീല് പൊട്ടിക്കാൻ പാടില്ല, കവർ തുറക്കാൻ പാടില്ല, കിട്ടുന്ന പോലെ. എന്നാ പിന്നെ നേരത്തെ നേരിട്ടും കൊടുത്താൽ പോലെ. എന്തിനാ സർക്കാർ വഴി കൊടുക്കുന്നത്? അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വളരെ അസാധാരണമായ സാഹചര്യമാണ് AGയുടെ ഈ റിപ്പോർട്ട് സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ളത്. നിർമ്മാണത്തിന് അനുവാദം നൽകിക്കഴിഞ്ഞതോ നിർമ്മാണം ആരംഭിച്ചതോ ആയുള്ള 50,000-ൽ പരം പ്രൊജക്ടുകൾ അവയുടെ ഭാവിയുടെ മേല് ഡെമോക്രസിന്റെ വാള് തൂങ്ങി. കേരളത്തിന്റെ വികസനത്തിന് വലിയൊരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു അസാധാരണ സാഹചര്യവും അസാധാരണമായ നടപടികളും ഇതിനു വേണ്ടി വരും.